സൗരവ് ഗാംഗുലിയെ പുറത്തിരുത്തിയതിൻ്റെ പേരിൽ ഈഡൻ ഗാർഡനിൽ രാഹുൽ ദ്രാവിഡിനെ ആരാധകർ കൂവിയിട്ടുണ്ട്. കരിയറിൻ്റെ തുടക്കകാലത്ത് കോഹ്ലിയെ വാങ്കഡയിൽ കൂവിയിട്ടുണ്ട്. പക്ഷേ ഹാർദിക് പാണ്ഡ്യയെ പോലെ ഇന്ത്യക്കാരാൽ കൂവലേറ്റ മറ്റൊരു ഇന്ത്യൻ താരവും ചരിത്രത്തിലില്ല. ഹാർദിക്കിന് നേരെ സ്റ്റേഡിയങ്ങളിൽ ഉയരുന്ന വെറുപ്പ് കണ്ട് വിദേശ താരങ്ങളടക്കം അമ്പരന്നു. ഗാലറിയിൽ നുരഞ്ഞു പൊങ്ങിയ ഹേറ്റിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട പാണ്ഡ്യയെയാണ് IPL ഉടനീളം കണ്ടത്. ബാറ്റിങ്ങിലും ബൗളിങ്ങിലുമെല്ലാം പരാജയം. പാണ്ഡ്യയുടെ ആറ്റിറ്റ്യൂഡ്, ജീവിതശൈലി, അഭിമുഖങ്ങൾ, ക്യാപ്റ്റൻസി എന്നിവയെല്ലാം കീറിമുറിക്കപ്പെട്ടു. എന്തിനാണ് ഇയാളെയും കൊണ്ട് ലോകകപ്പിന് പറക്കുന്നതെന്നായിരുന്നു ചോദ്യങ്ങൾ. എന്നാൽ ഇന്ത്യ തുടർ വിജയങ്ങളുമായി സെമിക്കരികിൽ നിൽക്കുമ്പോൾ അവിടെ വെറുപ്പുകളെയെല്ലാം പൂമാലയാക്കി പാണ്ഡ്യ തലയുയർത്തി നിൽക്കുന്നു. ഓൾറൗണ്ടർ എന്ന ടാഗ് തൻ്റെ പേരിനൊപ്പം ചാർത്തിവെക്കപ്പെട്ടതല്ല എന്നയാൾ ഇന്ത്യൻ ക്രിക്കറ്റിനോട് ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആദ്യ മത്സരത്തിൽ അയർലൻഡിനെതിരെ നേടിയത് 3 വിക്കറ്റുകൾ. പാകിസ്ഥാനെതിരായ മത്സരത്തിൽ ഇന്ത്യ അവിസ്മരണീയമായൊരു ജയം കൊത്തിയെടുക്കുമ്പോൾ അതിൽ പാണ്ഡ്യയുടെ ടച്ചുണ്ടായിരുന്നു. ഫഖർ സമാനെയും ഷതാബ് ഖാനെയും പുറത്താക്കിയ പാണ്ഡ്യയാണ് ആ മത്സരത്തിൽ ഇന്ത്യക്ക് അനുകൂലമായ ഒരു മൊമെൻറ്റം സൃഷ്ടിച്ചെടുത്തത്. അമേരിക്കക്കെതിരെ അയാളെ വീണ്ടും കണ്ടു. 4 ഓവറിൽ 14 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകളും എടുത്തു. പാണ്ഡ്യ ബൗളറിഞ്ഞു തുടങ്ങിയത് ഇന്ത്യൻ ടീമിനെ കൂടുതൽ സന്തുലിതമാക്കുന്നുണ്ടായിരുന്നു. അത് ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ ഇന്ത്യക്ക് കൂടുതൽ ഓപ്ഷനുകൾക്കുള്ള അവസരം തുറന്നിട്ടു. സൂപ്പർ 8ലേക്ക് മത്സരങ്ങൾ കടന്നപ്പോൾ കാണുന്നത് ബാറ്റ് കൊണ്ടുകൂടി ശബ്ദിക്കുന്ന പാണ്ഡ്യയാണ്. അഫ്ഗാനെതിരായ മത്സരത്തിൽ 24 പന്തുകളിൽ നിന്നും 32 റൺസുമായി സൂര്യകുമാറിന് ഉജ്ജ്വല പിന്തുണ നൽകി. ബംഗ്ലാദേശുമായുള്ള മത്സരത്തിൽ കണ്ടത് പാണ്ഡ്യ എന്ന ഹാർഡ് ഹിറ്റിംഗ് മികവുള്ള ഫിനിഷറെയാണ്. ചാഞ്ഞും ചെരിഞ്ഞും പോയിരുന്ന ഇന്ത്യൻ ഇന്നിംഗ്സിനെ അതിവേഗ അർദ്ധ സെഞ്ചുറിയുമായി അയാൾ സുരക്ഷിതമായ പൊസിഷനിലെത്തിച്ചു. രാജ്യത്തിനായി കളിക്കാൻ ഭാഗ്യം ലഭിച്ചയാളാണ് ഞാൻ. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു പരിക്കായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എനിക്ക് തിരിച്ചു വരണമായിരുന്നു. ദൈവം എനിക്കായി നല്ല പ്ലാനുകൾ തന്നെ കരുതി വെച്ചു. മത്സരത്തിന് ശേഷം പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ വൈകാരിക ഭാഷയിൽ പാണ്ഡ്യ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: ഇന്ത്യ ഇതുവരെ നേടിയ എല്ലാ വിജയങ്ങളിലും പാണ്ഡ്യയുടെ കയ്യൊപ്പുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പരിഹാസങ്ങളും അധിക്ഷേപങ്ങളും നേരിട്ടവരെല്ലാം തിരിച്ചു വന്നതാണ് കായിക ലോകത്തിൻ്റെ ചരിത്രം. ഇന്ത്യൻ ജേഴ്സിയിൽ തല ഉയർത്തി നിൽക്കുന്ന പാണ്ഡ്യ ഒരിക്കൽ കൂടി അത് തെളിയിക്കുന്നു.